മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ആഴ്ചയിലെ വാർത്താവിശേഷം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രശസ്ത ചരിത്രകാരിയായ കുമാരി സ്നേഹ ജോർജ്, മാധ്യമപ്രവർത്തകയും രാഷ്ട്രീയ നിരീക്ഷകയുമായ കുമാരി ബിന്ദുജ സുഗതൻ, സെമീന്ദാറും ബ്രിട്ടീഷ് അനുഭാവിയുമായ വിഷ്ണു PS എന്നിവർ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഞങ്ങളുടെ വിവിധ കേന്ദ്രങ്ങളിലെ റിപ്പോർട്ടർമാരെയും യഥാസമയം ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കലാപം പടരുന്നു, ആശങ്കയുടെ മുൾമുനയിൽ ബ്രിട്ടീഷുകാർ. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപകാരികൾക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ വിവിധ നേതാക്കളുടെ ആഹ്വാനം. കലാപം കേവലം ഗൂഢാലോചന മാത്രമെന്ന് കമ്പനി നേതൃത്വം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്നെയുള്ള സമരമെന്ന് ബഹദൂർ ഷാ രണ്ടാമൻ. വിവിധ കേന്ദ്രങ്ങളിൽ ബ്രിട്ടീഷ് രാജിന്റെ തേർവാഴ്ച തുടരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. കൊഴുപ്പ് പുരട്ടിയ പുതിയ നിരകൾ ഉപയോഗിക്കുന്നതിന് ഇന്ത്യൻ ശിപ്പായിമാർ വിസമ്മതിച്ചതിനെ തുടർന്ന് മെയ് 10 മീററ്റിൽ ആരംഭിച്ച കലാപം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഡൽഹി, കാൺപൂർ, റൌത്ത്, ഝാൻസി, ഗ്വാളിയോർ, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലും കലാപം ആരംഭിച്ചിരിക്കുന്നു. ഡൽഹിയിൽ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമൻ കലാപത്തിന്റെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ ലേഖകൻ അമീർ നമ്മളോടൊപ്പം ചേരുന്നു. അമീർ, എന്താണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ? നീരജ, ഞാനിപ്പോൾ നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് മുന്നിലാണ്. ഒരുതരം ഭീതിയുടെ അന്തരീക്ഷമാണ് ചെങ്കോട്ടയ്ക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. മംഗൾ പാണ്ഡെയിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നുവല്ലോ. മെയ് 10 മെറിറ്റിൽ നിന്നും ശിപ്പായിമാർ ബ്രിട്ടീഷുകാരുടെ ബെൽ ഓഫ് ആംസ് അഥവാ ആയുധ സംഭരണശാലയിൽ നിന്നും കൈവശപ്പെടുത്തിയ ആയുധങ്ങളുമായിട്ടാണ് അവർ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. തുടക്കത്തിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിലും പിന്നീട് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ആക്രമിച്ച് വ്യാപിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെയ് 11 തീയതി രാവിലെയാണ് പട്ടാളക്കാരുടെ നേതൃത്വത്തിലുള്ള കലാപകാരികൾ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ചെങ്കോട്ടയ്ക്ക് പുറത്തുള്ള ആരവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും കലാപകാരികൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റുവാങ്ങാൻ ആദ്യം അദ്ദേഹം വിസമ്മതിച്ചുവെങ്കിലും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് സമ്മതിക്കുകയായിരുന്നു. ഇതോടെ കലാപത്തിനൊരു നിയമസാധുത കൈവന്നിട്ടുണ്ട്. നീരജ, കലാപകാരികൾ അദ്ദേഹത്തെ ചക്രവർത്തി അഥവാ ഹിന്ദുസ്ഥാനിലെ ഷെഹൻഷായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹദൂർ ഷായോടൊപ്പം ബ്രിട്ടീഷ് പട്ടാളത്തിലെ സുബേദരായ ഫക്ത് ഖാൻ കൂടെ ചേർന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയ സൂചന. മാത്രമല്ല, ഡൽഹിക്കും ചുറ്റും കലാപകാരികൾ ബ്രിട്ടീഷുകാരെയും അവരെ സപ്പോർട്ട് ചെയ്തവരെയും കൊന്നൊടുക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വാർത്തയും ലഭ്യമാണ്. നീരജ, മാത്രമല്ല ഡൽഹിയിൽ നിന്നും കലാപം ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയ സൂചന. നീരജ, വളരെ നന്ദി ശ്രീ അമീർ, വിവരങ്ങൾ നൽകിയതിന്. കലാപം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് കലാപ കേന്ദ്രങ്ങളിൽ നിന്നുള്ള തത്സമയ വാർത്തകളും വൈകാതെ പ്രതീക്ഷിക്കുന്നു. കുമാരി സ്നേഹ, കേവലം കൊഴുപ്പ് പുരട്ടിയ തിരയിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു പശ്ചാത്തലമാണോ ശിപ്പായിമാർ എന്ന് ബ്രിട്ടീഷുകാർ മുദ്രകുത്തുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ ഈ ഒരു പൊട്ടിത്തെറിയിൽ കാണാൻ സാധിക്കുക? അതിനുമപ്പുറം കലാപത്തിന് സൈനികരെ പ്രേരിപ്പിച്ച മറ്റ് സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായുമല്ല. കൊഴുപ്പ് പുരട്ടിയ തിരി എന്ന് പറയുന്നത് കേവലം നിമിത്തം മാത്രമാണ്. നോക്കൂ, എത്ര കുറഞ്ഞ ശമ്പളത്തിന് നമ്മുടെ പട്ടാളക്കാർ ജോലി ചെയ്യുന്നത്. അവരുടെ ഭക്ഷണം, താമസ സ്ഥലം ഇവയെല്ലാം വളരെ മോശമായിരുന്നില്ലേ? ഉദ്യോഗ കയറ്റത്തിനോ സ്ഥാനമാനങ്ങൾക്കോ എന്തെങ്കിലും ഒരു അവസരം അവർക്കുണ്ടായിരുന്നോ? മാത്രമല്ല, കമ്പനി അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയായിരുന്നോ? താടിയോ തലപ്പാവോ ധരിക്കാനോ മറ്റു മതപരമായ അനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുവാനോ അവരെ അനുവദിച്ചിരുന്നില്ല. ഇതുമാത്രമല്ല, കടൽ കടന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുവാൻ അവരെ നിർബന്ധിച്ചിരുന്നു താനും. എന്നാൽ അതിനാവശ്യമായ ഒരു പ്രത്യേക ബത്ത നൽകിയിരുന്നുമില്ല. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ ശിപായിമാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വീർപ്പ് മുട്ടുകയായിരുന്നു എന്നുള്ളതാണ്. കലാപവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കിംവദന്തികളിൽ ഒരുപക്ഷെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ വിഷയമാണല്ലോ ചപ്പാത്തി സംഭവം. യഥാർത്ഥത്തിൽ എന്താണ് ഈ ചപ്പാത്തി സംഭവം? ആശയങ്ങൾ കൈമാറുന്നതിന് അത് ജനങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കും. ഈ ചപ്പാത്തി സംഭവം കലാപകാരികളുടെ ഒരു ആശയവിനിമയത്തിൽ മാത്രമല്ല, അതവരുടെ ഒരു ഒത്തിണക്കവും ഒരു ഐക്യവും ഒക്കെ വെളിവാക്കുന്നുണ്ട്. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചപ്പാത്തിൽ ഒളിപ്പിച്ച് പരസ്പരം കൈമാറിയിരുന്നു. ഇത് വളരെ നൂതനമായ ഒരു ആശയവിനിമയം തന്നെയാണ്. നമുക്ക് തിരിച്ചു വരാം. ശ്രീ വിഷ്ണു, വെറും ശിപ്പായിമാരുടെ അസംതൃപ്തിയിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷ് ഭരണത്തിന് ആർത്തി വരുത്താനുള്ള ഒരു കലാപമായി നമുക്കിതിനെ കണ്ടുപിടിക്കും? ഒരിക്കലുമില്ല. ചില അസംതൃപ്ത വിഭാഗങ്ങൾ, അധികാരം നഷ്ടപ്പെട്ടവർ എന്നിവരൊക്കെയാണ് കലാപത്തിന് പിന്നിൽ. ആദ്യ സമയത്ത് കമ്പനിയിൽ പതരെങ്കിലും ഇത് കമ്പനിക്കൊരു ഭീഷണിയല്ല. ഏതാനും ദിനങ്ങൾക്കകം തന്നെ ഈ കലാപം അടിച്ചുമാറ്റപ്പെടും. നമുക്ക് തിരിച്ചു വരാം. കാൺപൂരിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ അജുലു ലൈനിലുണ്ട്. അജുലു, കാൺപൂരിന്റെ കലാപം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്?
നീരജ, ഞാനിപ്പോൾ കാൺപൂരിലെ നാനാ സാഹിബിൻ്റെ വസതിക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കലാപം ഇവിടെയും വളരെ ഉജ്ജ്വലമായി മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം നേതൃത്വം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനെ പോലെ തന്നെ കലാപകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. പേർഷ്യ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബിനെ ഇതിന് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ നടപടികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയത് അദ്ദേഹത്തെയും അവിടുത്തെ ജനതയെയും ഒരുപോലെ തന്നെ വേദനിപ്പിക്കുകയുണ്ടായി. ജനങ്ങൾ വളരെ ആവേശഭരിതരായി കലാപത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധത്തിൽ താന്തിയ തോപ്പി നിർവഹിക്കുന്ന പങ്കിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഗറില്ല യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പതറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീരജ, വളരെ നന്ദി അജിലു. കാൺപൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അജിലു നമുക്ക് ഇപ്പോൾ നൽകിയത്. മറ്റു മേഖലകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കാൺപൂരിലെയും സ്ഥിതി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുമാരി ബിന്ദുജ, തനിക്ക് ലഭിച്ചിരുന്ന പെൻഷൻ കമ്പനി നിർത്തലാക്കിയതാണ് ശ്രീ നാനാ സാഹിബിനെ കലാപകാരിയാക്കിയതെന്നാണ് മനസ്സിലാവുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അദ്ദേഹത്തെക്കാൾ രൂക്ഷമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കലാപകാരികൾക്കെതിരെ പ്രതികരിക്കുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷ് വിരോധത്തിനപ്പുറം ഒരു നല്ല ഭരണാധികാരിയോടുള്ള കൂറ് മാത്രമാണോ കാൺപൂരിലെ ജനങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ, മറാത്ത ദേശീയത നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒന്നാണ്. പേഷ്യ ബാജിറാവ് രണ്ടാമന്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന്റെ പെൻഷൻ ബ്രിട്ടീഷുകാർ നിഷേധിക്കുകയുണ്ടായി. ഇതിലൂടെ മറാത്ത ജനതയെ ഒന്നാകെ അപമാനിക്കുകയായിരുന്നു. തങ്ങളുടെ രാജാവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ പ്രജകൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുക മാത്രമായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബിനൊപ്പം ഗർല യുദ്ധതന്ത്രജ്ഞനായ താന്തിയ തോപ്പിയുടെ പ്രകടനവും ശ്രദ്ധേയമാവുകയാണ്. ഏറ്റവും ആധുനികമായ ആയുധങ്ങളും തന്ത്രങ്ങളും ഒക്കെ കൈമുതലാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു ഒളിപ്പോർ യുദ്ധം എത്രത്തോളം കാര്യക്ഷമമാകുമെന്നാണ് കരുതാൻ സാധിക്കും. താന്തിയ തൊപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ കാൺപൂരിലെ താന്തിയ തൊപ്പി ബ്രിട്ടീഷുകാർക്ക് വരുത്തിവെക്കുന്ന നഷ്ടം ചില്ലറയല്ല. ബ്രിട്ടന്റെ ആധുനിക ആയുധങ്ങളെ കൂസാതെ ജനങ്ങൾ കലാപവുമായി തെരുവിലിറങ്ങുമ്പോൾ താന്തിയ തൊപ്പിയുടെ ഒളിപ്പോരുകൾ വ്യത്യസ്തമാവുകയാണ്. ഇത് ബ്രിട്ടന് തലവേദനയാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നമുക്ക് തിരികെ എത്താം. ബ്രിട്ടീഷ് വിരുദ്ധ കലാപം മധ്യഭാരതത്തിലും ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ആവേശകരമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് ഝാൻസിയിലാണ്. ഝാൻസിയിൽ നിന്നും ഞങ്ങളുടെ ലേഖകൻ സുനിൽ നമ്മളോടൊപ്പം ചേരുന്നു. സുനിൽ, എങ്ങനെയാണ് ഝാൻസിയിലെ ഈ കലാപം വ്യത്യസ്തമാകുന്നത്, പ്രസക്തമാകുന്നത്? നീരജ, ഞാനിപ്പോൾ നിൽക്കുന്ന ഝാൻസിയിലെ റാണിയുടെ കൊട്ടാരത്തിന് മുമ്പിലാണ്. മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു രക്തരൂക്ഷിത കലാപം തന്നെയാണ് ഝാൻസിയിൽ അരങ്ങേറുന്നത്. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഝാൻസി കൊട്ടാരത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഝാൻസിയിലെ ജനങ്ങളും കർഷകരും ഇന്ത്യൻ പട്ടാളക്കാരും ഉൾപ്പെടെയുള്ളവർ റാണി ലക്ഷ്മിഭായിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നയിക്കുന്നത്. സ്ഥിതിഗതികൾ വരുതിയിലാക്കാൻ ബ്രിട്ടീഷ് പട്ടാളം നന്നേ വീർപ്പൊഴിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു സുപ്രധാന സംഭവം നീരജ, ഇവിടുത്തെ ബ്രിട്ടീഷ് തലവനായ ഹുക്രോസ് ഒരു പുതിയ ഉത്തരവിറക്കി കഴിഞ്ഞു. അതായത് 5 വയസ്സിനും 80 വയസ്സിനും മധ്യപ്രായമുള്ള ഏതൊരു പുരുഷനെ കണ്ടാലും ഉടനടി വെടിവെച്ച് കൊല്ലാനാണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇത്തരം പ്രവണതകൾക്കെതിരെ ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നീരജ നടന്നു വരുന്നത്. വളരെ നന്ദി സുനീൽ, വിവരങ്ങൾ നൽകിയതിന്. ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനിരയായ എല്ലാ വിഭാഗം ജനങ്ങളും കലാപകാരികളെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കുമാരി സ്നേഹ, ബ്രിട്ടീഷുകാരുടെ പിടിച്ചെടുക്കൽ നയം നാട്ടുരാജ്യങ്ങളിൽ സൃഷ്ടിച്ച ഭീതി ചെറുതല്ലെന്ന് കാണാൻ സാധിക്കുന്നു. ഈ ഒരു നയത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സംസ്കൃതിയെ ചോദ്യം ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്? ഈ പിടിച്ചെടുക്കൽ നയം കമ്പനി തങ്ങളുടെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു മാർഗം മാത്രമാണ്. മുമ്പ് നമ്മൾ അവധിനെ പറ്റി പറഞ്ഞില്ലേ? ദുർഭരണം ആരോപിച്ചാണ് വാജത്താലീഷയെ കൽക്കത്തയിലേക്ക് നാട് കടത്തിയത്. ഈ സൈനിക സഹായ വ്യവസ്ഥയും ഈ ഒരു നയത്തിന് ഭാഗം തന്നെയാണ്. നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ സൈനിക അധികാരങ്ങളും വിദേശ നയവും കമ്പനിക്ക് അടിയറവ് വെക്കുന്നതിലൂടെ സ്വാഭാവികമായും ആ ഒരു പ്രദേശം കമ്പനിയുടെ അധികാരപരിധിയിലാകുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേക ഊന്നലോട് കാണേണ്ടത് ഇതിനെതിരെ ഉയർന്നു വരുന്ന കുറേയധികം പ്രതിഷേധങ്ങളാണ്. അത് കേവലം രാജാക്കന്മാരുടെ മാത്രമല്ല, മറിച്ച് ആ ഒരു സമൂഹത്തിലെ ജനങ്ങളാകമാനം ഒറ്റക്കെട്ടായി രാജാക്കന്മാരുടെ പിറകിൽ അണിചേരുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് അത്രമാത്രം ശക്തമായ ഒരു ആത്മബന്ധം രാജാക്കന്മാരും പ്രജകളും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ നയം ഭീഷണിയിലാക്കിയ മറ്റ് പ്രദേശങ്ങളും കലാപത്തിൽ അണിചേരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ദുർഭരണം ആരോപിച്ച് പിടിച്ചടക്കിയ അവധും ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കമ്പനി സ്വന്തമാക്കിയ ഝാൻസിയും സൈനിക സഹായ വ്യവസ്ഥയും മറ്റ് കമ്പനിയുടെ നയങ്ങളും എല്ലാം കാരണം കമ്പനി സ്വന്തമാക്കിയ മറ്റധികം പ്രദേശങ്ങളും എല്ലാം തന്നെ ഈ ഒരു പോരാട്ടത്തിൽ, ഈ ഒരു കലാപത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ അണിചേരുന്നതായിരിക്കും. തിരികെ എത്താം. അവധിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. ഞങ്ങളുടെ ലേഖകൻ റോബിൻ ലൈനിലുണ്ട്. റോബിൻ, എന്താണ് അവധിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം? നീരജ, വളരെ ശ്രദ്ധേയമായ സംഭവങ്ങൾക്കാണ് അവധ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നതെന്ന് പറയാം.
സാമ്പത്തികമായി മികച്ച അടിത്തറയും തന്ത്രപ്രാധാന്യവുമുള്ള അവധ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്നത്തെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി പലവിധ തന്ത്രങ്ങൾ പയറ്റിയിരുന്നുവെങ്കിലും അവൊന്നും പൂർണ്ണമായ വിജയം കണ്ടിരുന്നില്ല. ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറുപ്പഴമെന്നാണ് കുതന്ത്രനായ ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്നും കമ്പനിക്കാരുടെ മനസ്സിലിരിപ്പ് വ്യക്തമാകുന്നുണ്ടല്ലോ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ നവാബായ വാജിദ് അലി ഷായെ ദുർഭരണം ആരോപിച്ച് കൽക്കട്ടയിലേക്ക് നാടുകടത്തുകയാണ് കമ്പനി ചെയ്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടിലെങ്ങും ഉയർന്നത്. ജനക്ഷേമകരമായ ഭരണം കാഴ്ചവെച്ച രാജകുടുംബത്തിന് കൊട്ടാരത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും കലവറയില്ലാത്ത പിന്തുണ ലഭിച്ചു. തുടർന്ന് ബാലനായ ബർജസ് ഖാദറിനെ പുതിയ നവാബായി പ്രഖ്യാപിക്കുകയും ബീഗം ഹസ്രത്ത് മകൾ രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. നീരജ. വളരെ നന്ദി റോബിൻ, വിവരങ്ങൾ നൽകിയതിന്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അറുതി വരുത്തുക എന്ന വിശാല ലക്ഷ്യത്തിലേക്ക് കലാപകാരികൾ അടുക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. കുമാരി ബിന്ദുജ, തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഔദ്. പല പല വ്യവസ്ഥകളിലൂടെ കൈക്കലാക്കാൻ ശ്രമിച്ച ആ പ്രദേശത്തിന് അത്രമാത്രം ഒരു പ്രാധാന്യം ബ്രിട്ടീഷുകാർ നൽകുന്നുവെങ്കിൽ അത് വെളിവാക്കുന്നത് കേവലം പിടിച്ചെടുക്കലിനപ്പുറം മറ്റെന്തെങ്കിലുമാണ്. അവധ് എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. അവിടുത്തെ മണ്ണ്, അവിടുത്തെ ഫലപുഷ്ടിയുള്ള മണ്ണ് എന്ന് പറയുന്നത് നീലം, പരുത്തി എന്നിവയുടെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. മാത്രവുമല്ല അവധിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം ഉത്തരേന്ത്യയിലെ തന്നെ ഒരു പ്രധാന കമ്പോളം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായിരുന്നു. കൂടാതെ ബംഗാൾ കീഴടക്കിയ ശേഷം അവധ് മാത്രമാണ് ബ്രിട്ടന്റെ മുന്നിൽ കീഴടങ്ങാവുന്ന ഏക പ്രദേശം. സ്വാഭാവികമായും ബ്രിട്ടന് അവധിൽ ഒരു താല്പര്യം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവധിൽ കലാപത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് നേതാക്കളുടെ പ്രവർത്തനങ്ങൾ കൂടിയൊന്ന് വിലയിരുത്താം. അവധ് പിടിച്ചെടുത്തത് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. നാട്ടുരാജാക്കന്മാർ, കർഷകർ, ശിപായിമാർ, താലൂക്കുദാർമാർ എന്നിവരെല്ലാം ഈ നടപടിയിൽ തികച്ചും അസംതൃപ്തരായിരുന്നു. സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട താലൂക്കുദാർമാർ നവാബ് അനുകൂലികളും അതേപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധരുമാണ്. അപ്പോൾ ജന്മനാട് രക്ഷിക്കാനുള്ള ഹസ്ത്രമഹലിന്റെ ഉദ്യമത്തോടൊപ്പം ഇവരും ശിപായിമാരും ചേർന്നപ്പോൾ ഈ അവധിയിലെ പോരാട്ടം അല്ലെങ്കിൽ ആ കലാപം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ ഇത്ര ശക്തമായി മാറുകയായിരുന്നു. തിരികെത്താം. ബീഹാറിലെ ആരയിൽ നിന്നും ഞങ്ങളുടെ ലേഖകൻ അർജുൻ നമ്മളോടൊപ്പം ചേരുന്നു. അർജുൻ, ആരയിൽ കലാപകാരികൾക്ക് എത്രത്തോളം മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്? നീരജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബീഹാറിലെ ആരായി എന്ന സ്ഥലത്താണ്. ഇവിടെ കലാപം വളരെ ശക്തമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ജഗദീഷ്പൂരിലെ രാജാവായ കൺവർ സിംഗ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ട അദ്ദേഹം 75 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനാണ്. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് റവന്യൂ ബോർഡ് കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാർ കലാപകാരികളെ നേരിടുവാൻ വളരെ പണിപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നീരജ, വളരെ നന്ദി അർജുൻ, ആരയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്. ശ്രീ വിഷ്ണു, ഒരു ജനകീയ കലാപമായി മാറിയിട്ടുള്ള ഇതിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്താൻ സാധിക്കും? ജനകീയ കലാപം ഇതൊക്കെ വെറും ഒരു മാധ്യമ സൃഷ്ടിയാണ്. ഇത് ചില പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടായ ഒരു അസ്വസ്ഥതയാണ്. നോക്കൂ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപം ബാധിച്ചിട്ടില്ല. പിന്നെ അടിച്ചമർത്തൽ. മികച്ച സൈന്യശക്തിയായ കമ്പനിക്ക് അടിച്ചമർത്തൽ വലിയൊരു വിഷമമേ അല്ല. വേണ്ടി വന്നാൽ മികച്ച ആയുധങ്ങളുമായി കൂടുതൽ സൈന്യം ബ്രിട്ടനിൽ നിന്ന് എത്തിച്ചേരും. പിന്നെ എന്തായിരിക്കുമാണ് നിങ്ങൾ കലാപകാരികൾ കാണുന്നത്? ഇപ്പോൾ തന്നെ പല പ്രദേശങ്ങളിലും പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ഐക്യം ഇല്ലാതെ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ഏതാനും ദിനങ്ങൾക്കകം തന്നെ കലാപം അടിച്ചമർത്തപ്പെടും എന്ന് തന്നെയാണ്. പുതിയ തോക്കിനെയും തിരികെയും പറ്റിയുള്ള വാർത്തകളെ താങ്കൾ എങ്ങനെ കാണും? ഇത് വാർത്തകളല്ലല്ലോ, കിംവദന്തികളല്ലേ. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി തിരകളാണെന്ന് മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ സാമൂഹ്യ പരിഷ്കരണ നയങ്ങൾ തെറ്റായി മനസ്സിലാക്കിയ യാഥാസ്ഥികവാദികൾ നടത്തുന്ന വെറും കിംവദന്തിയാണിവ. നമുക്ക് തിരികെ എത്താം. രാജ്യത്തിന്റെ വടക്കും കിഴക്ക് ഭാഗങ്ങളിലും അതുപോലെ മധ്യഭാഗത്തും കലാപം രൂക്ഷമാകുന്നു. ഊർജ്ജസ്വലമായ നേതൃത്വം പലയിടങ്ങളിലും ജനങ്ങൾക്ക് വലിയ ആവേശമാണ് പ്രദാനം ചെയ്യുന്നതെന്ന് കാണാനാവുന്നതാണ്. കുമാരി സ്നേഹ, ഈ രീതിയിൽ കലാപം കത്തിപ്പടരാൻ മാത്രമുള്ള ആസൂത്രണത്തിന്റെ പുതിയ വഴികൾ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ. ഒരുപക്ഷെ നമ്മളും അത്ഭുതപ്പെട്ടു പോകുന്നത് ഈ കലാപത്തിന്റെ ആസൂത്രണവും സംഘാടനവും ഒക്കെ കാണുമ്പോഴാണ്. എങ്ങനെ സംഘടിക്കപ്പെട്ട ഒരു കലാപമായിട്ടാണ് താങ്കൾ ഈ കലാപത്തെ വിലയിരുത്തുന്നത്? നീരജ, ആദ്യ വാർത്തകൾ കലാപം യാതൊരുവിധ ആസൂത്രണം കൂടാതെ ഉണ്ടായി എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ആ ഒരു പ്രസ്താവന തികച്ചും ശരിയല്ല എന്ന് തെളിയിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ ചപ്പാത്തി സംഭവമായാലും വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒന്നാണ്. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കലാപകാരികൾ ചപ്പാത്തിൽ ഒളിപ്പിച്ച് പരസ്പരം കൈമാറിയിരുന്നു. മാത്രമല്ല, ഈ കൊഴുപ്പ് പുരട്ടിയ തിര എന്ന കിംവദന്തി തന്നെ വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ പട്ടാള ഉദ്യോഗസ്ഥരടങ്ങിയ പഞ്ചായത്തുകൾ അത് ആസൂത്രണത്തിന് മറ്റു തലം നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഈ ഒരു കലാപം വളരെ ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ ഒരു കലാപത്തെ നാളുകളിൽ ഒരു വളരെ മികച്ച ഒരു ഒത്തിണക്കവും ഒരു ഹിന്ദു മുസ്ലിം മതമൈത്രിയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തിരികെ എത്താം. കുമാരി ബിന്ദുജ, ഷാമിൽ ഈ കലാപത്തിൽ വഹിക്കുന്ന പങ്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കത്തില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം?
ശരിയാണ്. ഉത്തർപ്രദേശിലെ ബറോഡ് പർഗാനയിൽ ജാട്ട് വംശക്കാരനായ ഷാമൻ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായത്തെ നഖശിഖാന്തം എതിർത്തയാളാണ്. നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം രാത്രികാലങ്ങളിൽ നാടുകൾ തോറും അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഈ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മൗലവി അഹമ്മദുള്ള ഷായും. അദ്ദേഹവും ഈ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഈ കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷാമനാണേലും അതുപോലെ മൗലവി അഹമ്മദുള്ള ഷായാണേലും ഇവരെല്ലാം ഈ കലാപകാരികൾക്ക് വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു. ശരിയാണ്. നാടെങ്ങും കലാപത്തിന്റെ അലയൊലികൾ ആഞ്ഞുവീശുകയാണ്. വരും നാളുകളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത കുമാരി സ്നേഹ ജോർജ്, കുമാരി ബിന്ദുജ സുഗതൻ, വിഷ്ണു PS എന്നിവർക്ക് വളരെ നന്ദി. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.